പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഇടാൻ പോവാണ്. ഹായ് ഗൈസ്, പുതിയൊരു കിടിലൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ബോസ് സൗണ്ട്ലിങ്ക് മൈക്രോന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ നമുക്ക് ബോസ് സൗണ്ട്ലിങ്ക് മൈക്രോന്റെ ഡിസൈനും ഫീച്ചേഴ്സും നോക്കാം. ഡിസൈൻ എന്ന് പറയുമ്പോൾ അതൊരു പെബിൾ ഷേപ്പ് മാതിരിയാണ്, ഒരു കല്ല് മാതിരി. പിന്നെ ഇത് 3 കളറിലാണ് ഉള്ളത്. 3 കളർ, ഒന്ന് ഓറഞ്ച്, പിന്നെ ഒരു ബ്ലാക്ക്, ബ്ലൂ. നോക്കുമ്പോൾ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് കാണാം, USB ചാർജിങ് പോർട്ട്. പിന്നെ ഇതിന് ഒരു വോളിയം കൂട്ടണ ബട്ടൺ ഉണ്ട്, പോസ്, വോളിയം കുറയ്ക്കണ ബട്ടൺ. പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് പെയറിങ്, പവർ ബട്ടൺ. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീക്കർ എവിടെയെങ്കിലും വെക്കണം, സൈക്ലിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ സൈക്കിളിൻ്റെ മുകളിൽ വെക്കാം, ബാഗിൻ്റെ മുകളിലൊക്കെ വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാപ്പ്. ഈ സ്ട്രാപ്പിനെ പറ്റി പറയുമ്പോൾ ഈ സ്ട്രാപ്പ് ടിയർ പ്രൂഫാണ്, കീറിയൊന്നും പോകില്ല. പിന്നെ ഇതിന് ടോപ്പ് ഫേസിങ് സ്പീക്കറാണ്. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് സ്പീക്കർ വരുന്നത്. ഇതിന് IPX7 റേറ്റിംഗ് ആണ്. അപ്പോൾ വെള്ളത്തിൽ വീണാലൊന്നും പറ്റില്ല, വാട്ടർ പ്രൂഫാണ് സാധനം. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സാധാരണ ഉള്ള സെറ്റ് പ്രൂഫ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, അത് ഫുള്ള് വാട്ടർ പ്രൂഫാണ്. നമുക്ക് 30 മിനിറ്റ് 1 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിൽ ഇടാൻ പറ്റൂ. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് അല്ല, ഇതിൻ്റെ ഫ്ലോട്ടിങ് വേറൊരു സ്പീക്കർ ഉണ്ട്, വണ്ടർ ബൂം. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട്, ഒന്ന് പോയി നോക്കിയാൽ മതി. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ വോളിയത്തിൽ 4 മണിക്കൂർ കിട്ടും നിങ്ങൾക്ക് പാട്ട് വെക്കുകയാണെങ്കിൽ. പിന്നെ ഒരു 50% വോളിയത്തിൽ വെക്കുകയാണെങ്കിൽ 6 മണിക്കൂർ കിട്ടും. ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ഒരു ഫ്ലാഷി ഡിസൈൻ അല്ല, ഒരു ക്ലാസിക് ഡിസൈനാണ് ഇവർ കൊടുക്കണേ. പിന്നെ ഇതിൻ്റെ ബോഡി റബ്ബറാണ്, അപ്പോൾ താഴെയൊന്നും വീണാലൊന്നും പറ്റൂല. വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരൊക്കെ എടുത്ത് എറിഞ്ഞാലൊന്നും പറ്റൂല. ഞാൻ ഒന്ന് താഴെയിട്ട് കാട്ടിത്തരാം. കണ്ടില്ല, ബൗൺസ് ആയിട്ടില്ല സാധനം. അപ്പോൾ ഇത് താഴെ വീണാലൊന്നും പറ്റൂല. ഇത് ബൗൺസ് ആവുമൊന്നുമില്ല, എന്താണെങ്കിലും താഴെ വീണൊന്നും പറ്റൂല എന്നുള്ളൂ. ബൗൺസ് ആവണേ ഇപ്പോൾ ദേവജി താഴെ ഒന്ന് കിടന്നിട്ട് മുകളിലേക്ക് എറിഞ്ഞെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ കാണണമെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഞങ്ങൾ ഇൻസ്റ്റ ID താഴെ കൊടുക്കേണ്ട, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, ഫോളോ ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും ഡിസൈനും ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയാല്ലേ, അടിപൊളി സാധനമാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഈ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി ആൻഡ് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ് നോക്കണേ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ സാധാ ചെറിയ സ്പീക്കേഴ്സിൽ നിന്നൊക്കെ കേൾക്കുന്ന സൗണ്ട് കുറവായിരിക്കും. അപ്പം നമുക്ക് ഈ പുറത്തുനിന്നൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് സൗണ്ട് കുറവാകും. കാരണം സൗണ്ട് ഇങ്ങനെ പുറത്തോട്ട് പോയി പോകുന്നതുകൊണ്ട് സൗണ്ട് ഫുള്ളിലിട്ട് കഴിഞ്ഞാലും സൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഇതിനങ്ങനെയല്ല, ഇതിന് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. സൗണ്ട് മാത്രമല്ല, ആ സൗണ്ടിന് നല്ല ക്വാളിറ്റി ഉണ്ട്. മറ്റേ സ്പീക്കേഴ്സിനൊക്കെ ഈ സൗണ്ട് കൂട്ടുമ്പോഴത്തിന് ബാസും ട്രബിളും ഒക്കെ കൂടി ഒരു ചിലപ്പ് സൗണ്ട് ആവും. പക്ഷെ ഇതിനങ്ങനെയല്ല. ബാസിന് വേണ്ടിയിട്ട് മുന്നിലൊരു റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്, ബാക്കിലൊരു ഈ ഭാഗത്ത് ബാക്കിലൊരു റേഡിയേറ്റർ കൊടുത്തിട്ടുണ്ട്. സാധാ സൗണ്ടിന് വേണ്ടിയിട്ട് ട്രാൻസ്ഡ്യൂസർ മുന്നിൽ മാത്രമേ ഉള്ളൂ. റേഡിയേറ്റേഴ്സ് 2 ഒന്ന് മുന്നിലും ഒന്ന് ബാക്കിലും. അപ്പൊ ഇവിടെ ഒരു ബട്ടൺ ഒരു കൊടുത്തിട്ടുണ്ട്. ഈ 2 വോളിയം ബട്ടൺസിന്റെ ഇടയിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ സിറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആണെങ്കിൽ ഇതൊന്ന് ഒരു 2 സെക്കൻഡ് ഞെക്കി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് അതിനായിട്ട് ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബ്ലൂടൂത്തിൽ നമ്മളെ ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ ഇതൊരു 2 സെക്കൻഡ് ഞെക്കി പിടിച്ചിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളെ ഫോൺ അവിടെ എവിടെയെങ്കിലും മേശപ്പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലും സ്പീക്കർ നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതൊരു 2 സെക്കൻഡ് ഞെക്കുക, പറയാ. പിന്നെ ഈ ബട്ടൺ തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നമ്മളെ പാട്ട് പോസ് ആവും. അപ്പോൾ പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടാണെങ്കിൽ അത് പ്ലേ ആവും. അപ്പോൾ 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാട്ടിലേക്ക്, അപ്പൊ നെക്സ്റ്റ് പാട്ട് ഏതാ വരുന്നത് ആ പാട്ടിലേക്ക് പോകും. പിന്നെ 3 പ്രാവശ്യം ഞെക്കുകയാണെങ്കിൽ ഒരു പാട്ട് ബാക്കോട്ട്, ആ പാട്ടിന്റെ ബാക്കിലുള്ള പാട്ട് പ്ലേ ആവാൻ തുടങ്ങും. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനില്ല, എന്നാലും ചെറുതായിട്ട് തോന്നിയത് ഇതിന് AUX ഇല്ല, നമുക്ക് ഓഡിയോ ജാക്ക് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ ഉള്ളത് ഈ ഒരു USB പോർട്ടാണ് ചാർജിങ്ങിനുള്ള, വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ പറയും അത് എത്ര ബാറ്ററി പെർസെൻറ്റേജ് അത് പറയും. പിന്നെ കണക്റ്റഡ് ടു ഏതാണ്, ഇപ്പൊ റെഡ്മി ആണെങ്കിൽ റെഡ്മി, ഇപ്പൊ ഇതിന്റെ പേര് ദേവ്ബ്രോസ് എന്ന് കൊടുത്തോണ്ടാണ് കണക്റ്റഡ് ടു ദേവ്ബ്രോസ് എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രി സ്പീക്കർ അല്ല, ആകെ ഒരു സൈഡിലേക്കേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഈ സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ കേൾക്കുക. ഇവിടെ ഒരു ചെറിയ ബാസ് ഉണ്ടാവുന്നുള്ളൂ, ഇവിടെ ബാസിന്റെ ഇത് കൊടുത്തിട്ടുള്ളതുകൊണ്ട്. അപ്പൊ ബാക്കിലേക്ക് ചെറിയൊരു ബാസ് ഉണ്ടാവും, എന്നാലും സൗണ്ട് ഫുള്ള് ഇങ്ങോട്ടാണ് ഉണ്ടാവുക. അപ്പൊ 360 ഡിഗ്രീന്റെ പ്രോബ്ലം ഒരു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പ്
ഇറക്കിയിട്ടുണ്ട്. ബോസ് കണക്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ 2 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ 2 സ്പീക്കർ നമുക്ക് ആ ആപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടും കൂടി ലിങ്ക് ചെയ്തിട്ട് ഒരേ മ്യൂസിക് 2 കൂടി പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു സ്പീക്കർ ലെഫ്റ്റും ഒരു സ്പീക്കർ റൈറ്റും ആയിട്ട് സ്റ്റീരിയോ എഫക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ല സ്പീക്കർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്പീക്കർ ആണെന്നുള്ളൂ പറയാൻ. നല്ല ക്വാളിറ്റി, നല്ല സൗണ്ടിൽ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് മ്യൂസിക്കിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വാങ്ങിക്കോളി. പ്രൈസ് വലിയ കുഴപ്പമില്ല, 8990 അങ്ങനെ എന്തോ ആണ് ആമസോൺ പ്രൈസ്. അപ്പൊ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഒന്ന് കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ 8900 രൂപയ്ക്ക് ഇത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടുണ്ട്. കാരണം അത് നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ബാസും നല്ല ട്രബിളും നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഈ സ്പീക്കറിന് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ്, അടിപൊളി സ്പീക്കറാണ്. പിന്നെ അതിൻ്റെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുകയാണെങ്കിൽ, അലൻ വോക്കറിന്റെ ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുകയാണെങ്കിൽ അതിലൊക്കെ ചെറിയ ബീറ്റ് ഉണ്ടാവും. അപ്പൊ സാധാ സ്പീക്കേഴ്സിൽ ആ ബീറ്റ് ഒന്നും നമുക്കങ്ങോട്ട് കേൾക്കൂല. അപ്പൊ ഇതിലങ്ങനെയൊന്നല്ല, ഇതിൽ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ ബീറ്റൊക്കെ കേൾക്കും. അപ്പോൾ പാട്ട് തന്നെ മാറി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു 8900 രൂപയ്ക്ക് ഒരു അടിപൊളി സ്പീക്കറാണ്. അപ്പൊ ഗൈസ്, നേരത്തെ ദേവാന്ന് പറഞ്ഞിട്ടുണ്ടായിനി ഇത് ഈ സ്പീക്കർ വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പൊ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ അത് ഓണാക്കാൻ പോവാണ്, സ്പീക്കർ ഓണാക്കാൻ പോവാണ്. അപ്പൊ ഈ ഫോണിലേക്കാണ് കണക്ട് ആയത്. അപ്പൊ ഞാൻ എവിടെയാണ്? 1 2 3. ഗൈസ്, അപ്പൊ നമുക്ക് നല്ലോണം വെള്ളത്തിലായിട്ടുണ്ട്. സാധനം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടിട്ട് ഗൈസ് ഞങ്ങൾ വെള്ളത്തിലിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ലൈറ്റ് ഒക്കെ കത്തുണ്ട്, കേടായിട്ടൊന്നുമില്ല. ഫോണിലേക്ക് ഇട്ടത് കുഴപ്പമില്ല. വർക്ക് ചെയ്യിക്കാൻ പോവാണ്. 1 2 3. യെസ് ഗൈസ്, അപ്പൊ ഗൈസ് വർക്കാവുന്നുണ്ട്. അപ്പൊ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് പാട്ട് കേട്ടുകൊണ്ട് ഇതില് പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് ഇടാൻ പോവാണ്. പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. യെസ് ഗൈസ്, വർക്കാണ്ട്. ഫുൾ വാട്ടർ പ്രൂഫ് ആണ്. ഫുള്ള് കുലുങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് വലിക്കാണ്. യെസ് ഗൈസ്, അടിപൊളിയാണ്, അടിപൊളി വർക്കിംഗ് ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക.